നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. സ്വർണ്ണവില 1 ലക്ഷം രൂപ എന്ന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയതാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത്. ഗ്രാമിന് 220 രൂപ വർദ്ധിച്ച് 12,700 രൂപയിലെത്തിയപ്പോൾ പവൻ വില 1,01,600 രൂപയിലെത്തി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണത്തിന്റെ വിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 180 രൂപ കൂടി 16,400 രൂപയിലെത്തി. 14 കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 140 രൂപ വർദ്ധിച്ച് 8,130 രൂപയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഇന്ന് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് എത്തിയത്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4,497 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്കാണ് ഉയർന്നത്. US വെനസ്വേല തർക്കം, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിച്ചു. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്തിയ കുറവും സ്വർണത്തിന് കരുത്തായി. ആഗോള വിപണിയിൽ ഡോളർ ദുർബലമായതും കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വില വർദ്ധിക്കുവാൻ കാരണമായി. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നത് വരും ദിവസങ്ങളിലും വില ഉയർവാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. സമാനതകളില്ലാത്ത കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഈ വർഷവും സംഭവിച്ചിരിക്കുന്നത്. ജനുവരിയിൽ വെറും 57,000 രൂപയായിരുന്നു പവന് വില ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ സ്വർണ്ണവില പവന് 1 ലക്ഷം തൊട്ടിരിക്കുകയാണ്. ഒറ്റ വർഷം കൊണ്ടാണ് സ്വർണ്ണവില ഇരട്ടിച്ചിരിക്കുന്നത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിന് വഴിയൊരുക്കിയത്. US വെനസ്വേല ഭിന്നത അതിരൂക്ഷമാകുന്നതും റഷ്യ ഉക്രൈൻ സമാധാന നീക്കം വീണ്ടും പൊളിയുമെന്ന ആശങ്കയും ലോക വിപണിയിൽ സ്വർണത്തിന്റെ വില കത്തിക്കയറുവാൻ കാരണമാവുകയായിരുന്നു. സ്വാഭാവികമായും കേരളത്തിലും വില കുതിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ഇന്ന് 1,760 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. പവന് ഇന്ന് 1,01,600 രൂപയാണ് വില. ഗ്രാം വില 220 വർദ്ധിച്ച് 12,700 ആയി. 18 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് വില 10,525 രൂപയാണ്. 1 പവൻ ലഭിക്കണമെങ്കിൽ 5% പണിക്കൂലിയും 3% GST നൽകേണ്ടതുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന സങ്കീർണമായ ഡിസൈനുകൾക്ക് ഇതിലും കൂടുതൽ തുക നൽകേണ്ടി വരും. കേരളത്തിൽ 2000 മുതൽ 2025 വരെ 22 കാരറ്റ് സ്വർണ്ണ വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. 2000-ൽ 1 പവൻ ഏകദേശം 3,212 രൂപയായിരുന്നു വില. 2010-ൽ 12,280 രൂപയായി ഉയർന്നു. ഈ പ്രവണത തുടർന്ന് 2015-ൽ 19,760 രൂപയിലെത്തി. 2018-ൽ 22,600 രൂപയും എത്തി. 2020-ൽ വില കുത്തനെ ഉയർന്ന 32,000 രൂപയായി. പിന്നീട് 2022-ൽ 38,120 രൂപയായി. 2023-ൽ 44,000 രൂപയുമായി വില വർദ്ധിച്ചു. 2024-ൽ 1 പവന് ശരാശരി 50,200 രൂപയായി വർദ്ധിച്ചു. 2025-ലാണ് സ്വർണ്ണവില സമാനതകളില്ലാത്ത രീതിയിൽ കുതിച്ചത്. ജനുവരി ആദ്യം വെറും 57,000 ഉണ്ടായിരുന്ന വില മാർച്ചിൽ ഏകദേശം 67,400 രൂപയിലെത്തി. ഓഗസ്റ്റിൽ വീണ്ടും വില കുത്തനെ കയറി. നവംബറിൽ 95,000-ന് മുകളിലെത്തി വില. ഇപ്പോൾ പ്രവചനങ്ങളെല്ലാം ശരിവെച്ച് സ്വർണ്ണവില 1 ലക്ഷം കടന്നിരിക്കുന്നു. വരും വർഷവും സ്വർണത്തിന്റെ വില കുതിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $5,000 വരെ വില തൊട്ടേക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതായത് $4,498 ദിർഹമാണ് നിലവിലെ ഔൺസ് വില. അപ്പോൾ $5,000 ആയാൽ സ്വാഭാവികമായും വില 1.12 ലക്ഷത്തിലേക്ക് ഉയരും. ഇത് പവൻ വില മാത്രമാണ്. GSTയും പണിക്കൂലിയും ചേർക്കുമ്പോൾ ഇതിനേക്കാൾ ഏറെ നൽകേണ്ടി വരും. കുറഞ്ഞ നിരക്കിൽ സ്വർണം വാങ്ങണമെങ്കിൽ മൂല്യം കുറഞ്ഞ ആഭരണങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് ഏക ആശ്രയം. 22 കാരറ്റിന് പകരം 18 കാരറ്റ് അല്ലെങ്കിൽ 9 കാരറ്റ് സ്വർണത്തെ ആശ്രയിക്കേണ്ടി വരും. ഇവയ്ക്ക് പണിക്കൂലി അധികമായിരിക്കും. കൂടാതെ കുറഞ്ഞ മൂല്യമായതുകൊണ്ട് തന്നെ നിക്ഷേപ ലക്ഷ്യത്തോടെ വാങ്ങുന്നത് നഷ്ടമായിരിക്കും. ഇത്രയും വില ഉയർന്നതുകൊണ്ട് ആഭരണം വാങ്ങി സ്വർണം നിക്ഷേപിക്കാമെന്ന് ചിന്തിച്ചാൽ വലിയ മണ്ടത്തരമാകും. അതായത് ആഭരണങ്ങൾ വിൽക്കുമ്പോൾ പണിക്കൂലി പോലുള്ളവ നഷ്ടമാകും. അതിനാൽ വില ലഭിക്കുവാൻ സാധ്യതയുമില്ല. മറിച്ച് സ്വർണ്ണ നാണയമോ കട്ടിയോ വാങ്ങിയാൽ അത് ഗുണകരമാകും. ഇനി വിൽക്കാനാണ് പ്ലാനെങ്കിൽ ഇപ്പോൾ വിറ്റ് ഒഴിവാക്കേണ്ട. കാരണം ഇനിയും സ്വർണ്ണ വില കുതിക്കുമെന്നാണ് പ്രവചനം. സ്വാഭാവികമായി മികച്ച ലാഭം നേടാൻ അല്പം കാത്തിരിക്കാം. ദുബായിൽ സ്വർണ്ണവില എക്കാലത്തും ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആഗോള വിലയിലുണ്ടായ വർധനവ് തന്നെയാണ് ഗൾഫ് വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത്. ദുബായിൽ കഴിഞ്ഞ ദിവസം 7:45-ന് 24 ക്യാരറ്റ് ഇനം ഗ്രാമിന് 526.50 ദിർഹവും 22 ക്യാരറ്റിന് സ്വർണത്തിന് 487.50 ദിർഹവുമായിരുന്നു വില. 510 രൂപയായിരുന്നു ഇന്ത്യയിലും UAE-യിലെയും ഗ്രാം സ്വർണത്തിലുള്ള ഇന്നലത്തെ വ്യത്യാസം.
പവന് 4080 രൂപയുടെ വ്യത്യാസം. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാവുകയും US ഫെഡറൽ റിസർവ് കൂടുതൽ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയാൽ വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് സ്വർണം കുതിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ കഴിഞ്ഞ ദിവസം സ്വർണം 1% ഉയർന്നത്. ഒക്ടോബറിൽ ഔൺസിന് $4381 എന്ന മുൻ റെക്കോർഡ് മറികടന്നു. സാമ്പത്തിക വീക്ഷണത്തെ വ്യക്തമാക്കുന്നതിൽ കാര്യമായി ഒന്നും ചെയ്യാത്ത US ഡാറ്റയെ തുടർന്ന് 2026-ൽ ഫെഡ് 2 തവണ നിരക്കുകൾ കുറയ്ക്കുമെന്ന് വ്യാപാരികൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അയഞ്ഞ പണ നയമുണ്ടാകുമെന്ന പ്രതീക്ഷ സ്വർണത്തിനും വെള്ളിക്കും വേണ്ടിയുള്ള ആവശ്യം വർദ്ധിപ്പിച്ചു. സമീപ ആഴ്ചകളിൽ സ്വർണത്തിന്റെ ആകർഷണീയതയെ ശക്തിപ്പെടുത്തുന്ന നിരവധി ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വെനസ്വേലയ്ക്കെതിരായ എണ്ണ ഉപരോധം US ശക്തമാക്കി. അതേസമയം മെഡിറ്ററേനിയൻ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൽ നിന്നുള്ള ഒരു കപ്പലിൽ യുക്രൈൻ ആദ്യമായി ആക്രമണം നടത്തി. 1979 ശേഷമുള്ള ഏറ്റവും ശക്തമായ വാർഷിക പ്രകടനത്തിലേക്ക് സ്വർണവും വെള്ളിയും നീങ്ങുകയാണ്. 2025-ൽ ഇതുവരെ സ്വർണത്തിന്റെ മുന്നിൽ 2 ഭാഗം വർദ്ധിച്ചു. ശക്തമായ സെൻട്രൽ ബാങ്ക് വാങ്ങലുകളുടെയും സ്വർണ പിന്തുണയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്കുള്ള സുസ്ഥിരമായ വരവിന്റെ പിന്തുണയോടെയാണ് സ്വർണം അസാധാരണ കുതിപ്പ് നടത്തുന്നത്. ഡിസംബർ വരെ ദുബായിൽ സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിച്ചു. ഡിസംബർ 1-ന് 24 ക്യാരറ്റ് സ്വർണത്തിന് വില ഗ്രാമിന് 511.75 ദിർഹമായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം രാവിലെ റെക്കോർഡ് വിലയായ 526.50 ദിർഹമായി ക്രമേണ ഉയർന്നു. 22 ക്യാരറ്റ് ഇനം സ്വർണത്തെ അതേ കാലയളവിൽ 473.75 ദിർഹത്തിൽ നിന്ന് 487.50 ദിർഹമായി ഉയർന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി നിക്ഷേപകരുടെ ശക്തമായ ഡിമാൻഡും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പ്രതിഫലിക്കുന്ന ഈ ആക്കം സ്ഥിരത പുലർത്തുകയാണ്. ഒക്ടോബറിലെ ഒരു ചെറിയ തിരിച്ചടിക്ക് ശേഷം സ്വർണം കുത്തനെ ഉയർന്നുണ്ട്. 2026 വരെ വില ഉയർന്നത് തുടരുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിലെ വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഔൺസിന് $4,900 എന്നതിലേക്ക് സ്വർണം എത്തുമെന്നാണ് പ്രവചനം. പരിമിതമായ ഭൗതിക വിതരണത്തിനായി EDF നിക്ഷേപകർ കേന്ദ്ര ബാങ്കുകളിലുമായി കൂടുതൽ മത്സരിക്കുന്നുണ്ടെന്ന് ബാങ്ക് അഭിപ്രായപ്പെട്ടു. വർദ്ധിച്ച മാക്രോ ഇക്കോണമിക് ജിയോ പൊളിറ്റിക്കൽ അപകട സാധ്യതകളാൽ അടയാളപ്പെടുത്തിയ ഒരു പ്രക്ഷുബ്ധമായ വർഷത്തിൽ പ്രധാന ഇക്വിറ്റി സൂചികകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആസ്തികളുടെ അസ്ഥിരതയ്ക്കൊപ്പം സ്വർണത്തിന്റെ ചാഞ്ചാട്ടവും വർദ്ധിച്ചുവെന്ന് വേൾഡ് ഗോൾഡ് കൌൺസിൽ അതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിലയിലെ കുത്തനെയുള്ള കുതിച്ചുചാട്ടങ്ങൾ ഹ്രസ്വകാലത്തേക്കായിരിക്കുന്നുവെന്നും ഇത് സ്വർണത്തിന്റെ പ്രതിരോധ ശേഷി അടിവരയിടുന്നുവെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. പരമ്പരാഗത വൈവിധ്യവൽക്കരണ നേട്ടങ്ങൾ ക്ഷയിച്ചുവെന്ന പശ്ചാത്തലത്തിൽ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോ റിസ്ക് കുറയ്ക്കുന്നതിൽ സ്വർണം വിലപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അനിശ്ചിതത്വത്തിനിടയിൽ സ്ഥിരത തുടർന്ന നിക്ഷേപകർക്ക് അതിന്റെ പ്രാധാന്യം ശക്തിപ്പെടുത്തുന്നുവെന്നും കൌൺസിൽ പറഞ്ഞു.